കാഴ്ച ഒരാൾക്കും ഇല്ല. മേഡത്തിന് എവിടെയാ കാണാൻ പറ്റുന്നത്? എനിക്കൊന്ന് പറഞ്ഞു. ഈ ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന എന്തോ? എനിക്ക് ഇവിടെ ഇത് കാണാം. അവിടെ ഒരു ചെടി നിപ്പുണ്ട്, അത് കാണാവാ? കാണാമല്ലോ. അതിന്റെ ചോട് കാണാൻ മേലല്ലോ. എനിക്കും കാണാൻ പറ്റില്ല. എനിക്ക് കാണാൻ പറ്റുന്ന എവിടെയാണെന്ന് അറിയാം? അതിന്റെ ഒരു കമ്പനി ഇങ്ങനെ ഒടിഞ്ഞു കിടപ്പില്ലേ, അത്ര ഹൈറ്റ് എനിക്ക് കാണാൻ പറ്റുള്ളൂ. എനിക്ക് മേഡം നോക്കി, എനിക്ക് മേഡത്തിനേക്കാൾ പൊക്കമുണ്ട്. നമ്മുടെ ഹൈറ്റ് വ്യത്യാസം നോക്ക്. എന്നിട്ട് എനിക്ക് കിട്ടുന്ന കാഴ്ച അതാ. അതിന് മുന്നിലേക്ക് എനിക്കൊന്നും കണ്ടുകൂടാ. ഒരു കമ്പനി ഇങ്ങനെ ഒടിഞ്ഞു കിടപ്പില്ലേ, അത്രേ എനിക്ക് കാണാവുള്ളൂ. മേഡത്തിനും അതേ വിഷ്വൽ തന്നെയല്ലേ കിട്ടുന്നത്? അപ്പൊ എക്സ്ട്രാ കാഴ്ച വല്ലതും ഉണ്ടാ? ഇല്ല. മുന്നിൽ നോക്കണം. മുന്നിൽ ഇനി എന്താണ് റോഡിലെ സാഹചര്യം, എങ്ങോട്ടാണ് റോഡെന്ന് നോക്കണം. അതിനനുസരിച്ചേ വണ്ടി ഇവിടുന്ന് പോകാവുള്ളൂ. വണ്ടി കിട്ടുന്നുണ്ടോ? ഇപ്പൊ മുന്നിലെ സാഹചര്യം റോഡ് ഇച്ചിരി ഇങ്ങോട്ടാണ്. നമ്മൾ അങ്ങനെയാ വണ്ടി ഇപ്പൊ നിർത്തിയിരിക്കുന്നത്, ശരിയല്ലേ? ഇത് അവിടെ മരം അത് തന്നെയാ, ബെൻഡ് വരെ. അത് കഴിഞ്ഞാൽ റോഡ് വലത്തേക്ക് മാറും. അപ്പൊ അതിനനുസരിച്ച് മേഡം മാറ്റിക്കണം, അല്ലാതെ കാണാൻ പറ്റില്ല. ആ ബെൻഡിന്റെ അവിടം വരെ ചെല്ലുമ്പോ അവിടുത്തെ വിഷ്വല് മറഞ്ഞു പോകും. ഇവിടെ വെച്ചാ കാണുന്നത്, അത് ഓർത്ത് വെച്ചോണം. എന്നിട്ട് അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തോണ്ടിരുന്നാ മതി. പോ നമുക്ക് കിട്ടും. ആ ബെൻഡ് വരെ വണ്ടി ഇങ്ങനെ പോകും, കറക്റ്റ് അല്ലേ? ചുറ്റുപാട് നോക്കരുത്, മുന്നോട്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാ പിന്നെ ഇങ്ങനെ വിഷ്വൽ എടുക്കുന്നത്? അതെങ്ങനെ? അത് ഈ ഫ്രണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ പിന്നെ എങ്ങനെ തട്ടുന്നത്? തട്ടുന്നെങ്കിൽ ഈ മുൻവശേ തട്ടത്തുള്ളൂ ആദ്യം. നമുക്ക് ലെഫ്റ്റ് ആണോ പോണ്ടേ? നമുക്ക് റൈറ്റ് പോയിട്ട്. അല്ല, ഇപ്പൊ ഇവിടുന്ന് എങ്ങോട്ടാ പോണ്ടേ? റൈറ്റ് ഇങ്ങനെ സ്ട്രൈറ്റ്. നോക്കല്ലേ, പാനിക് ആവല്ലേ, ഫ്രീ ആയിട്ടിരിക്കും. ഫ്രീ ആയിട്ട് വണ്ടി ഓടിച്ചവിടം വരെ നമ്മൾ കണ്ടത് അവിടെ എന്തുണ്ടെന്ന്, ശരിയല്ലേ? ഇനി എന്തിനാ എത്തി നോക്കി കാണുന്നത്? അതേലിരിക്കാതെ നോക്കിയാ മതി. നെല്ല് അങ്ങോട്ട് ചെല്ലും തോറും ഇനിയും സ്ഥലം ഉണ്ടെന്ന് മാമന് അറിയാലോ. അങ്ങനെ വട്ടം കറക്കണ്ട, മതി. ഇപ്പൊ ചെയ്യുന്ന തന്നെ കുറച്ചുകൂടി ഫ്രീ ആയിട്ടിരുന്ന് ചെയ്ത് നോക്കിയാ ഈസി ആയിട്ട് ഈ വണ്ടി കൊണ്ടുപോവാം. അത്രയും ബലം പിടിക്കാതെ അങ്ങോട്ട് മാം ഫ്രീ ആയിട്ട്. ഇപ്പൊ കണ്ടതാ കാഴ്ച, അവിടെ എന്തുണ്ടെന്ന് മാമിനെ അറിയാം. വിട്ടുകൊടുക്കുക, അവിടം വരെ വണ്ടി ചെല്ലട്ടെ. അത്രയും പിടിച്ചു വയ്ക്കുന്ന വളവ് എവിടെയാ എന്തേട്ടാ തട്ടാനുള്ളതെന്ന് മാമിന് അറിയാം. മുന്നിലാ മതിലായിട്ട് തട്ടാൻ നോക്കിയാൽ മതി. മുന്നിലാ കൂടുതൽ ശ്രദ്ധ കൊടുക്കണ്ട. വിട്ടു കൊടുക്കുക വണ്ടിയാ. ഇനി അവിടെ സ്ഥലമുണ്ട്, അപ്പൊ തിരിച്ച് തീർക്കാൻ നിക്കണ്ട. കണ്ടോ, ലെവലായി വരുന്നു തോന്നുമ്പോഴത്തേക്ക് നേരെയാക്കി എടുത്തു. എങ്ങോട്ടാ നമുക്ക് പോകണ്ട? റൈറ്റാ? ഇൻഡിക്കേറ്റർ ഇട്ടോ. നമ്മുടെ വണ്ടിയില്ല, ഇവിടെ ഇല്ല. മുന്നേ നോക്കി തിരിച്ചു പോവാം. മുൻവശം നോക്കി തിരിച്ചിറങ്ങി. അത്ര വേണോ? ഇനിയും തിരിക്കണ്ട മാം, ഇനി തിരിക്കണ്ട. ഇത് നോക്ക്, ദേ വണ്ടി എവിടെയാ വരുന്നതെന്ന് നോക്ക്. ഇല്ല, വണ്ടിയെ വിട്ടു കൊടുക്കും. ചുമ്മാ നേരെയാക്കുക. ഇപ്പൊ പോകാവാ ബ്രേക്കെ തന്നെ ഇപ്പോഴും. എനിക്ക് ഈ വണ്ടിയെ തട്ടുവോ അങ്ങനത്തെ? വേണം ഇപ്പൊ ഓടിച്ചു പോകും, എന്നിട്ട് നോക്കട്ടെ. വേണം ഫ്രീ ആയിട്ട് ഓടിച്ചു പോകും. ഇപ്പൊ തട്ടുവോ അതേല്? ഇല്ലെങ്കിൽ പിന്നെ അതേലൊന്നും ചെയ്യരുത്, ഓടിച്ചു പോകും. പിന്നെ ആലോചിക്കും തോറും ടെൻഷൻ ആയിക്കൊണ്ടിരിക്കും. അതായത് തട്ടുവോ മുട്ടുവോ എന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. മേഡത്തിന് ഇപ്പൊ സേഫ് എന്ന് തോന്നുന്നു. അകലെ ആ ഇടവഴിയിൽ നിന്ന് ഇറങ്ങി വരാമെങ്കിലും മേഡത്തിന് ഇത്രയും വലിയ റോഡിൽ എന്തേലും തട്ടാതെ ഇറങ്ങി പോവാം. പോട്ടെ, അതെനിക്ക് എത്ര അടുത്തെത്തും. ഓടുന്നില്ല. ഇപ്പോഴും നമ്മുടെ വണ്ടി നീങ്ങുന്നില്ല. പയ്യെ നീങ്ങട്ടെ. മനസ്സ് മുഴുവൻ ഇപ്പൊ ഇവിടെയാ. ഇനി ഇവനെ കടക്കണം. പോട്ടെ. ഇങ്ങോട്ടാ നമുക്ക് പോകണ്ടേ? ഇങ്ങനെ നേരെ. മാഡം മാമിന്റെ ലെഫ്റ്റ് സൈഡ് മാത്രം നോക്കിക്കാം. ലെഫ്റ്റ് സൈഡിൽ തടസ്സം ഉണ്ടെങ്കിൽ സ്ലോ ചെയ്ത് കൊടുക്ക്. ഇനി തടസ്സം ഉണ്ടാ? ഇല്ല, അപ്പൊ പോട്ടെ. ചുറ്റുപാടും എടുത്ത് തലേ. മേഡം അയാളെ നോക്കി നിൽക്കുന്ന അത്രയും കാലം അയാൾ വണ്ടിക്ക് മുന്നിലേക്ക് ചാടും.
തിരിച്ചോണ്ടിരിക്കരുത്. ആ കാറെ തട്ടില്ല എന്ന് മേഡത്തിന് എവിടെ വെച്ച് തോന്നുന്നു അവിടെ നിന്ന് നേരെയാക്കി പൊയ്ക്കോണം. പൊയ്ക്കോ, കടന്നു പൊയ്ക്കോ. ആ ഫ്രണ്ട് കടന്നാ പിന്നെ വണ്ടി ഇടിക്കില്ല. ഇനി ഓടി അങ്ങ് പോട്ടെ. ഇല്ല, സോറി മേഡം, നടക്കത്തില്ല. എനിക്ക് അതിനേക്കാൾ വലിയ പേടിയാ. മേഡം കാറുന്നതിന് മുമ്പ് ഞാൻ കാറും ഒച്ചത്തില്. ആ എന്തിനാ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? പോരില്ലാന്ന് അവൻ പറഞ്ഞു. അവൻ കുറച്ചൊക്കെ പറഞ്ഞു തരും. പിന്നെ ഇപ്പോഴും മാം വണ്ടി ഓടിച്ചിട്ടില്ല. വണ്ടിയാ മേഡത്തിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ മേഡത്തിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകും. കൃത്യമായിട്ട് പോട്ടെ. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തിക്കുക. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നട റോഡിൽ നിർത്തരുത്. ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൈഡ് ഒതുക്കി മേഡം നിർത്തിക്കുക വണ്ടിയെ. ഈ ഗേറ്റ് ഒഴിവാക്കി നിർത്തും. എങ്ങോട്ടാ ഒഴിവാക്കി നിർത്താൻ പറ്റില്ല എന്നല്ല, അതിനനുസരിച്ച് നിർത്തും. എപ്പോഴും മാം എവിടെയാ നോക്കുന്നത്? പോലെ ഒറ്റ സെക്കൻഡ്. ഈ സൈഡ് കൊണ്ടുവന്നവരെ ഓക്കെ. ഇനി മേഡം എങ്ങോട്ടാ നീങ്ങുന്നത്? ഇതിനല്ലേ വലിയ മുന്നോട്ട്. മേഡം എവിടെയാ നോക്കിയിരിക്കുന്നത്? മേഡം ഇവിടെയാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി എങ്ങോട്ടാ നീങ്ങുന്നത്? അപ്പൊ എവിടെ നോക്കണം? അവിടെ തന്നെ നോക്കാം. അവിടെ നോക്കി ലെവലാക്കിയിട്ട വണ്ടിയാ. എങ്ങോട്ട് മാറ്റണം? എങ്ങോട്ടാ മാറ്റണം? അങ്ങോട്ട് മാറ്റി വണ്ടി എങ്ങോട്ടാ പോകുന്നത്? മാറ്റല്ലേ. ഇങ്ങോട്ട് മാറ്റിയാൽ എങ്ങോട്ട് പോകും? അപ്പൊ എന്തായിട്ടാ തട്ടാൻ പോകുന്ന വണ്ടി? അപ്പം എങ്ങോട്ടാ നമ്മൾ മാറണ്ടേ? അപ്പൊ അങ്ങോട്ട് മാറ്റാതി. മതിലെന്ന് പുറത്ത് വരട്ടെ. ഇപ്പോഴും മതിൽ. മേഡം ഇങ്ങോട്ട് നോക്കരുത്. ഈ വിഷ്വല് നോക്ക്. ഇവിടെ എന്തായിട്ട് ഇടിക്കാം? ആ ചെടിയിൽ ഇടിക്കാതെ വണ്ടി മാറ്റാനേ പറഞ്ഞോളൂ. എങ്ങോട്ട് മാറണം? അപ്പൊ മാറ്റി ചെടിയിൽ ഇടിക്കാതെ മാറ്. എപ്പോ ഇടിക്കില്ലാന്ന് തോന്നുന്നു അപ്പൊ നേരെ ആക്കിക്കോ. ഇനി തട്ടുവാ അപ്പൊ നേരെ ആക്കി വെച്ചോ. മതി. ഇനി തിരിച്ചോണ്ടിരിക്കണ്ട. അവിടെ നില്ല. ഫ്രീ ആയിട്ടിരിക്കും. ന്യൂട്രലെന്നാക്കും. എന്തിന് ഇത്ര ഭാരം എടുക്കുന്ന? അങ്ങനെ എടുത്ത് നമുക്ക് ജീവിതത്തിൽ ഓടിക്കാൻ പറ്റില്ല. റോഡേ നമ്മളെ വലിക്കുള്ളൂ. മേഡം എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? ഒന്ന് പറഞ്ഞു തന്നെ എന്നോട്. കാർ ഓടിച്ചു പോകുന്നത് എവിടെ നോക്കിയാ ഓടിച്ചു പോകുന്നത്? റോഡിൽ എവിടെയാ നോക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ വണ്ടിയിൽ എങ്ങനെയാ വേണം നോക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. ഞാൻ സാധാരണ എന്റെ ഇത് പോണതൊക്കെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരും ഇങ്ങനെയാണോ നോക്കുന്നത്? ഇങ്ങോട്ടാണോ നോക്കുന്നത്? ഞാൻ ചോദിച്ചു. ഉറപ്പാണോ? ഇവിടെ നോക്കിയാൽ അവന് തട്ടുവോ ഇല്ലേന്ന് അറിയാമല്ലോ. വേണ്ടുന്ന അകലെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ പാനിക്കാവുന്നത്? മാഡത്തിന്റെ വിചാരം എന്ന് വെച്ചാൽ ഇത് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുമെന്നാ വിചാരിക്കുന്നത്. ശരിയാണോ? അങ്ങനെ ഇരിക്കുവാ? ഇപ്പൊ നോക്കിയാ നമ്മൾ രണ്ടും ഒരേ ലെവലിൽ ഇരിക്കുക. ഇങ്ങോട്ട് നോക്കാം. ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. കണ്ട, ഞാൻ ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എത്ര അങ്ങോട്ട് വന്നാലും മാഡത്തിന്റെ ഷോൾഡറിൽ ഇടിക്കുവാ എന്റെ കൈ. ഞാൻ കടന്നു അതിന്. പക്ഷെ എന്റെ ഉടല് മുഴുവൻ കടന്നിട്ടില്ലല്ലോ. ബാക്കി ഉണ്ടല്ലോ ഇനി. എന്നിട്ട് ഇടിക്കുവാ. അറിയാൻ മുന്നിൽ വന്നു. അത്രേ ഉള്ളു. ഇത് വേണം. അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. ഈ ഫ്രണ്ട് കടന്നാ പിന്നെ ബാക്ക് വന്ന് ഇടിക്കില്ല. പിന്നെ മാം അങ്ങോട്ട് തിരിക്കാതെ ഒരിക്കലും വണ്ടി അവിടെ ഇടിക്കില്ല. ഓക്കെയാണോ? പോവാ നോക്കി ഡ്രൈവർ. ഫ്രണ്ട് നോക്കി വണ്ടി ഇറക്കി കൊണ്ടുപോകും. എങ്ങോട്ടാ മാറിപ്പോണ്ടേ നോക്ക്. അപ്പൊ എങ്ങോട്ട് തിരിയണം? ഇവിടുന്ന് അകന്നാ ഉടനെ നേരെ ആക്കിക്കോണം. ഇനി ഇടിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ അകലുന്നുണ്ടാ? അപ്പൊ ലൈറ്റ് ലെവലാക്കി കൊണ്ടുപോവാ. അത്രേ ഉള്ളൂ. ഇനി പോട്ടെ. ചുറ്റുപാട് നോക്കല്ലേ. ഞാൻ നോക്കിയായിരുന്നു. പോട്ടെ. ഇങ്ങനെ ഇളക്കവും വേണ്ട. അതില് അതിൽ ചുമ്മാ ഇട്ട് പോവാം. കൈതാത്തി വെക്ക് ചമ്പു. ഏതാ? കൈതാത്ത് അവിടെ ഇരിക്കട്ടെ. പോട്ടെ. ആ കൈ വലത് കൈ ഇച്ചിരി കൂടെ താഴത്തോട്ട് പോവാ. ഇച്ചിരി കൂടെ. മതി. ഇനി നേരെ പിടിച്ചു കയറിക്കാം. അത്രേ ഉള്ളൂ. കൈ ലോക്ക് ചെയ്ത് പിടിക്കരുത് കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് ആ കൈ നീങ്ങി വരണം. ഓക്കെ. ചുമ്മാ ഇട്ട് തിരിക്കല്ലേ. ഇപ്പോഴും മാം നോക്കിയാൽ നമ്മൾ നടുക്കൂടെയാ വണ്ടി ഓടിച്ചു പോകുന്നത്. എന്താ വേണ്ട? അകലം എടുത്തോ. നിർത്താനല്ല. പോട്ടെ. അങ്ങനെ നിർത്തുമ്പോഴാണ് അപകടം. അയാളെ ഒഴിവാക്കാൻ. അയാളെ നമ്മൾ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒഴിഞ്ഞു മാറി പോകാമായിരുന്നു. ഇപ്പോഴും മാമിന്റെ കണ്ണ് മുഴുവൻ പിന്നിലേക്കാണ്. ഭാരം എന്താണ് ചുമക്കുന്നവര് ഈ വണ്ടിയും വലിച്ചോണ്ട് പോണത്?
പോകാൻ പറ്റാതായി പോകുന്നതാണ്. മാഡം മുന്നോട്ട് വിടുമ്പോൾ മുന്നിലെ കാഴ്ചകൾ മാത്രം നോക്കും. മുന്നിൽ ഈ സൈഡിൽ നിന്ന് വണ്ടി അകന്ന് പോവാതെ മുന്നിലെ ഈ സൈഡ് നോക്കി 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 വണ്ടിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. മുന്നിലേക്ക് നോക്കി ഭാരം എടുക്കരുത്. നമുക്ക് നീങ്ങാൻ പറ്റാതായി പോകും. മുന്നിലെ കാഴ്ചയ്ക്ക് അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി മാഡം. കടന്നു പോകുന്നവനെ അറിയാം വണ്ടി ഓടിച്ചു പോകാൻ. അവൻ മാഡത്തിനെ കടന്നു പൊയ്ക്കോളും. ഇപ്പൊ പാലത്തിൽ വെച്ച് ആക്സിലേറ്റർ കാല് വെച്ചില്ലേ, അതേപോലെ ഇനി ആക്സിലേറ്റർ വെക്കാവുള്ളൂ. മേഡം ചെയ്യുന്നവർ ആക്സിലേറ്റർ കൊടുക്കും, കാലെടുക്കും, കൊടുക്കും, കാലെടുക്കും, അതല്ലേ ചെയ്യുന്നത്. അങ്ങനെ വേണ്ട, ഒരേപോലെ പോട്ടെ ആക്സിലേറ്റർ കൊടുത്ത്. എപ്പോ വേഗത കുറക്കണമെന്ന് തോന്നുന്നു അപ്പോഴേ ആക്സിലേറ്റർ കാലെടുക്കാവുള്ളൂ. ഇപ്പോഴും കൈ രണ്ടും കൂടെ മുറുക്ക പിടിച്ചു വെച്ചിരിക്കുക സ്റ്റിയറിംഗില്. ആര് ചോദിച്ചാലും സ്റ്റിയറിംഗ് വിട്ടുതരത്തില്ല എന്നാ പറയുന്നത്. പതിയൊന്ന് സ്ലോ ചെയ്താൽ മതി. അയാളുടെ വഴിക്ക് പോയിക്കോളും. മാം നാടിന്റെ സൈഡ് നോക്കി ഓടിച്ചു പോകും. ഈ സൈഡ് മാത്രം ഫോക്കസ് ചെയ്ത് ഓടിച്ചു പോകും. വേറെ ഒരു കാഴ്ചയും കാണരുത്. പിന്നിലെ കാഴ്ചയും എന്തിന് മുന്നോട്ട് ഓടുകയല്ലേ ഇപ്പൊ വണ്ടി? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒറ്റ ജോലിയാ പറഞ്ഞുള്ളൂ മാഡം. മുന്നിലോട്ട് നോക്കി ഇത് ഓടിച്ചോണ്ട് പൊയ്ക്കോന്ന് പറഞ്ഞില്ലേ? മുന്നിൽ എന്തുണ്ടോ അതിന് വേണ്ടി അപ്ഡേറ്റ് ചെയ്തോണം, എന്നിട്ട് പൊയ്ക്കോണം. എന്ത് പറ്റി? നമ്മുടെ സൈഡ് അവിടെ കിടക്കുമ്പോൾ മാം വെറുതെ പാനിക്കാവും. ഇതാ പിന്നിൽ വരുന്ന ആൾക്ക് അറിയില്ല മാഡം അങ്ങനെ ബ്രേക്ക് കിട്ടുന്നു. അയാൾ കൊണ്ട് നമുക്ക് ഇടിക്കും. നമ്മുടെ സൈഡ് നോക്കി നോക്കി പോയിക്കൊണ്ടിരുന്നു. ഈ കൈ ഫ്രീ ആക്കി വയ്ക്കും. ബലം അത്ര വെയിറ്റ് എടുക്കുന്നുണ്ട് മാം. ഈ ഒരു സൈഡ് മാത്രം ഫോക്കസ് ചെയ്യും. ഈ സൈഡിൽ നിന്ന് വണ്ടി അകന്ന് പോകരുത്, ഈ സൈഡിലേക്ക് ഇറങ്ങിയും പോകരുത്. അത് മാത്രം നോക്കി ഒന്ന് വണ്ടി ഓടിച്ച്. ഇപ്പോഴും ആ വളവ് അപ്പുറത്ത് എന്താന്ന് എത്തി നോക്കരുത്. നമ്മുടെ സ്ഥലം നമുക്ക് തെളിഞ്ഞു കാണാം. കണ്ട, ഇതിലേ കൂടെ പോവാനേ നോക്കാവുള്ളൂ. പിന്നിലെന്താ മുന്നിലെന്താന്ന് നോക്കരുത്. ഈ കാഴ്ച മാത്രം നോക്കി വണ്ടിയെ കൊണ്ടുപോയാൽ മതി. ഇവിടുന്ന് വണ്ടി പോട്ടെ മാഡം, ഇവിടുന്ന് വണ്ടി അകന്നും പോകരുത്. ഈ കുറച്ചുകൂടെ വെപ്രാളം ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് പോയേനെ. പോട്ടെ, അപ്പുറത്തേക്ക് നോക്കരുത്. കണ്ട, അവരെ ഓവർടേക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നോളൂ. നമ്മൾ അങ്ങോട്ട് ചെല്ലാത്ത അത്രയും കാലം അവരെ നോക്കി പേടിക്കേണ്ട കാര്യമില്ല. മാഡത്തിന് അങ്ങോട്ടൊന്ന് ഒഴിഞ്ഞു മാറേണ്ടി വന്നാൽ അവിടെ നോക്കണം. ഇപ്പോഴും നോക്കും, നമ്മുടെ സൈഡ് നമുക്ക് കാണാം. റോഡിനനുസരിച്ച് നമ്മുടെ വണ്ടി വളയോ നിവരോ എന്താന്ന് വെച്ചാൽ ചെയ്തോണം. അയാളെ നോക്കിയിരിക്കരുത്. ഈ ഒരു സൈഡ് നോക്കും, നമുക്ക് പോകാൻ പറ്റുമല്ലോ. എന്താ ശ്വാസം മുട്ടുന്ന പിന്നെന്താ? എന്തില്ല പറഞ്ഞു. എടുത്തു വെച്ചു, കൈ വെച്ചോ, ധൈര്യമായിട്ട് വെച്ചു. ഇല്ല, വെച്ചോ. ശക്തിയായിട്ട് പിടിക്കാതിരുന്നാ മതി. മേഡം ഒരുപാട് ബലം പിടിക്കുന്നുണ്ടാ കൈ താത്തി വെപ്പിച്ചത്. അതേ നോക്ക്, സൈഡ് നോക്കി നോക്കി പോയിക്കൊണ്ടേയിരുന്നു. അനാവശ്യമായിട്ട് അതിനെ പിടിച്ച് നിർത്തേണ്ട ആവശ്യമുണ്ടോ? ഓടി പോയിക്കൊണ്ടിരുന്നോട്ടെ. അവരൊരു ഹോൺ പോലും അടിക്കാതെ പാസ് ചെയ്ത് പോകുന്നതണ്ട. നമ്മൾ സൈഡിൽ കൂടെ പോകുന്നതുകൊണ്ടാണ് നമ്മുടെ. അവർക്കറിയാം അവർ സൈഡിൽ കൂടെ പോവാണ്, കവർ ചെയ്ത് പോവാന്നറിയാം. നേരത്തെ മേഡം ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നപ്പോൾ അവർ കിടന്ന് ഹോൺ അടിച്ചുകൊണ്ടിരുന്നത്.
ഇച്ചിരി അങ്ങ് പോയി ഒരു ഓട്ടോയിലും ഇടിച്ചൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ബ്രേക്ക് ഇട്ടു. ഓട്ടോക്കാരെല്ലാം കൂടെ എന്നെ എടുത്തിട്ട് അലക്കി കളഞ്ഞു, ചീത്ത പറഞ്ഞു. മാഡം പേടിക്കുന്നോറും മാഡം വെറുതെ നിൽക്കുന്ന ഒരാളെ കൊണ്ട് കൊണ്ടുപോയി തട്ടും. പേടിക്കാതെ നമ്മുടെ സൈഡ് നോക്കിക്കൊണ്ട് പോയാൽ മാഡം കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തുകയും ചെയ്യും, വണ്ടി ഒഴിവാക്കി മാമിന് കൊണ്ടുപോവുകയും ചെയ്യാം. മാഡത്തിന്റെ ആ സ്റ്റിയറിംഗിലെ പിടുത്തത്തിൽ തന്നെ മാഡത്തിന്റെ ഉള്ളിൽ പേടി അറിയാൻ പറ്റുന്നുണ്ട്. 2.5 കിലോമീറ്റർ മുന്നേ തന്നെ പറഞ്ഞില്ലേ NH-ആന്ന്. ഇത് തന്നെയാ നമ്മുടെ പ്രശ്നം. എന്തിനാണ് തലേ കയറ്റി വെക്കുന്നത്? അവിടെ ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോഴല്ലേ അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് വണ്ടിയെ കൊണ്ടുപോകേണ്ടത്. നമുക്ക് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കാം മേഡം. അതേപോലെ ഒരു വാഗനർ വിളിച്ചു വരുത്തട്ടെ? വരുത്തനാ പോട്ടെ മാഡം. ആ ചേച്ചിയും വണ്ടിയെ തട്ടാതിരിക്കാൻ എന്ത് വേണമെന്ന് നോക്ക്. ഫോൺ അടിച്ചു എന്നിട്ട് പയ്യെ കയറി ചെയ്തേണ്ട മിറർ മടക്കി വെച്ചിട്ട് അയാൾ മുന്നോട്ട് എടുക്കുന്നത്. പോട്ടെ പോട്ടെ മാമിന്റെ കാര്യം മാത്രം നോക്കുക. അയാൾ മുന്നോട്ട് എടുക്കാതിരിക്കാനാ ഫോൺ അടിച്ചത്. ഓക്കെ, ഫോൺ കേൾക്കുമ്പോൾ അയാൾക്ക് അറിയാം പിന്നിലൊരു വണ്ടിയുണ്ട്. നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്ക്. എന്നിട്ട് ഈ സൈഡ് മാത്രം നോക്ക്. അതിനെ കണ്ട് പേടിക്കരുത്. നമ്മുടെ ദേണ്ട നമ്മുടെ സൈഡുണ്ട്. നമ്മൾ ഇവിടെ ഉള്ളത്രയും കാലം അവര് മാറിത്തരും. മാഡം ഫ്രീ ആയിട്ട് പോകും. മാഡം എത്ര വേണേ സമയം എടുത്തോ. ഓക്കെ, നമുക്ക് ലെഫ്റ്റല്ലേ പോണ്ടേ? പതിയെ പതിയെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാ വണ്ടിയെ. അങ്ങനെ കുറേശ്ശെ കൊണ്ടുപോവാ. ഓക്കെ ആണോ? വണ്ടി ഉണ്ടോ അവിടുന്ന്? ആ, ഇത്തിരി കൂടെ മുന്നോട്ട് കയറി നിൽക്കാമല്ലോ നമുക്ക്. എങ്കിലല്ലേ നമ്മളുണ്ടെന്ന് അവരറിയുള്ളൂ. ഇനി വണ്ടി ഉണ്ടാ? പതിയെ പതിയെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും. എന്തിന്? നോക്ക്, അവിടെ ഗ്യാപ്പ് കിട്ടുമ്പോ ഒരു ഇഞ്ച് മുന്നിലേക്ക് കയറി കൊടുക്ക്. അവിടെ ഗ്യാപ്പ് കിട്ടുമ്പോ ഒരടി മുന്നിലേക്ക് കയറിക്കൂ. ഫ്രണ്ട് നോക്ക്. സ്പീഡൊന്നും വേണ്ട. ഇവിടെ ലെവലാക്കി എടുക്കും വണ്ടിയെ. ലെവലാവട്ടെ. കണ്ട, ഇങ്ങനെ കയറാൻ പറ്റുള്ളൂ. നിന്ന് കയറാൻ പറ്റുള്ളൂ. തലേന്ന് വിട് വേണം. ശംഭുവേ 2-3 തൊട്ട് ഈ ജംഗ്ഷനിൽ ഒന്ന് പോരാടാ. 2-3 തൊട്ടാൻ വരാം. ആ പേടി അങ്ങ് പോട്ടെ. പോരാ? അതുപോലെ വേണം. ഇത് മുഴുവൻ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുക എക്സ്റേ ഫിലിം പോലെ. അവിടെ എന്താ, ഇവിടെ എന്താ, ഇവരാരാ അവരാരാന്ന് കൃത്യമായിട്ട് മാഡത്തിന് അറിയാം. ഇപ്പോഴും അവരെ നോക്കിയാ മാം വണ്ടി ഓടിക്കുന്നത്. മാമിന്റെ സൈഡിൽ നിവർന്ന് നിന്ന് കൊടുത്തേ. അല്ലെ ഇങ്ങനെ നിവർന്നങ്ങ് നിന്ന് കൊടുത്തേ. എന്താ പറ്റാ? ഇടിച്ചാ അത്രേ ഉള്ളൂ. ഇത്രയും നല്ലപോലെ ഓടിച്ചിട്ട് ഇനി ഇത് പരിക്കകത്ത് വെച്ചിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇതാണ് വെച്ചതിന്റെ അടിയിൽ പൂച്ച സ്ഥിരമായിട്ട് വീടാക്കി വെച്ചേക്കും. എല്ലാം അറിയാം. മേഡം എന്തിനാ മേഡം ഇങ്ങനെ ചുറ്റുപാട് സ്കാൻ ചെയ്യണ്ട മേഡം? മേഡം ഫ്രീ ആയിട്ട് പോവും മേഡം. ഇപ്പോഴേ മേഡം ആ പിക്കപ്പിനെയാ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നത്. ഹോൺ അടിക്ക്. എന്നിട്ട് അതിന് വേണ്ടുന്ന സ്ഥലം എടുക്കുക. അതിന്റെ പുറകിലേക്ക് പോകാനല്ല. എങ്ങോട്ട് മാറണം? അങ്ങനെ പയ്യെ മാറി മേഡം പതിയല്ലേ മാറുന്നത് മേഡം. കണ്ടാ, അപ്പൊ നമ്മള് പതിയെ പോകുന്നവരല്ലേ. നമ്മള് പതിയെ അല്ലേ സമയം എടുത്ത് മാറുന്നത്. അപ്പൊ പുറകിൽ വരുന്ന ആൾക്കും കാണാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം. ഇതിപ്പോ ഞാൻ കേറിയാ എനിക്ക് പോകാൻ പറ്റുമോ? ധൈര്യമായിട്ട് കയറിപ്പോ. എന്താ പറ്റാൻ? അങ്ങോട്ട് തന്നെ തിരിച്ചു പിടിക്കാം. ബലം പിടിക്കരുത്. ബലം പറ്റിയ പോട്ടെ. അത്രയും സ്ഥലം അവിടെ ഉണ്ട് വേണം. ഇനി ഞാൻ കാറുവേ വേണം. കാറുന്ന പോലെ ഒച്ചത്തി കാറുവേ. ഇങ്ങനെ ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. വണ്ടി അത് കണ്ടുടനെ ഒതുക്കി കൊടുത്തേക്കുവോ മേഡം? അങ്ങ് ഓടിച്ചു പോകും മേഡം. നോക്കും മാം, ഇവിടെ വേണ്ട സ്ഥലം ധൈര്യമായിട്ട് കയറി എടുക്കാം അവിടെ അങ്ങോട്ടേക്ക്. എന്നിട്ട് ഇടിച്ചോട്ടെ. പോരെ? അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഇടിക്കത്തില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അല്ല, ഇടിക്കാൻ വേണ്ടിട്ട് ഞാൻ പറയുമ്പോ മേഡം ധൈര്യമായിട്ട് ഇപ്പൊ ആ ഗ്യാപ്പ് വേണ്ട. മേഡത്തിന് വേണ്ട സ്ഥലം ധൈര്യമായിട്ട് കയറി എടുത്തു. പുറകിലേക്ക് ചെവി ഇടരുത്.
എത്ര വേണേ സമയം എടുത്തു, ധൃതി വേണ്ട, എത്ര വേണേ സമയം എടുത്തു, എത്ര സമയം വേണേലും എടുത്തു. അവൻ അവിടെ കിടന്ന് ഫോൺ അടിച്ചോട്ടെ, വല്ലതും പറ്റിയ അവര് ധൈര്യം കാണിക്കാത്തതുകൊണ്ടാണ് മേഡം. ഇത് ഇച്ചിരി കൂടെ സ്പീഡിൽ ചെയ്തെങ്കിൽ അവൻ അങ്ങ് ഓടി മാറി ഫോൺ അടിക്കത്തില്ലായിരുന്നു നമുക്ക് ഓടി മാറുകയും ചെയ്യായിരുന്നു. കണ്ട സ്ഥലം കിട്ടിയപ്പോഴും അവൻ കയറിപ്പോയത്, അതുവരെ നമ്മുടെ പുറകെ കിടന്നോളൂ. ഇപ്പോഴും മാം നോക്കും, മുന്നിലെ കാഴ്ച എന്താണെന്ന് മാമിനെ അറിയാവുള്ളൂ. വേണ്ടുന്ന സ്ഥലം എടുത്തു, അല്ലാതെ പിന്നിൽ വരുന്നവനെ ആലോചിച്ചുകൊണ്ടിരിക്കരുത്. കണ്ട, നമുക്ക് വേണ്ട സ്ഥലം എടുത്തു, എന്നിട്ട് ഓടിപ്പോയിക്കോണം. ഇനി ഒതുങ്ങി കൊടുക്കരുത്, കാരണം മുന്നിൽ അടുത്ത തടസ്സം എന്താണെന്ന് മാമിന് അറിയാം. ഒതുങ്ങി കൊടുത്താൽ കയറാൻ പറ്റില്ല നമുക്ക് വീണ്ടും. അതൊരു വാർത്തയിലെല്ലാം വന്നേ അറിയാം. പിന്നെ അവരാണ് അവരെ ആ കൊച്ചിന് അത് തന്നെ അത് തന്നെ അയാള് തന്നെ, ഞാൻ കണ്ടതാണ്. പുള്ളിക്ക് എന്തോ കാലിന് വയ്യാതെ വന്നിട്ട് ലോട്ടറി വിറ്റാ പുള്ളി ഇതാക്കുന്നത്. അപ്പൊ മോളാണ് ഒരു 5 വയസ്സോ 4 വയസ്സോ തന്ന പിന്നെ പുള്ളിയെ തള്ളിക്കൊണ്ട് നടക്കുന്നത് എല്ലായിടത്തും. മാം ഇപ്പോഴും മാം അവരെ കണ്ടിട്ട് ഒഴിയാൻ നോക്കുന്നത്. ആ ഗ്രൗണ്ടാണ്, ആ റൈറ്റ് ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ഞാൻ പാർക്ക് അവിടെ പാർക്ക് ചെയ്യാൻ അവർ സമ്മതിക്കുക. പാർക്കിംഗ് ആണ് അത്. അവിടെ പേ ആൻഡ് പാർക്കാണ്, പേ ഒന്നുമില്ല, ഫ്രീ ആണ്. സൈഡിൽ നമ്മൾ ഇട്ടോളെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടോട്ടെ? വേണ്ട, നമുക്ക് മുന്നോട്ട് പോയിട്ട് തിരിച്ചു വരാം. നമുക്ക് മുന്നോട്ട് പോയിട്ട് വരാം. മുന്നോട്ട് പോകണ്ട, നല്ല തിരക്കാട്ടെ. ഞാൻ പേടിയാണ് എനിക്ക്. മുന്നിലേക്ക് ഓടിച്ചു പോവാം. അമ്പുവേ മുന്നോട്ട് ഒരുപാട് പോകണ്ട, എനിക്ക് പേടിയാണ്, തിരക്കാണ് കേട്ടാ. ഓട്ടോ ചേട്ടൻ ഹോൺ അടിക്കും മാഡം, ഹോൺ അടിക്കും മാഡം. പോയിട്ട് അയാൾ പോയാൽ മതി തീരുമാനിക്കും. അത് മനുഷ്യത്വമാണ്. മാഡത്തിന് വേണമെങ്കിൽ തീരുമാനിക്കാൻ അയാളെ കടത്തിവിടാൻ. ഇപ്പോഴും നോക്ക്, ആ കാർ അത്രയും കടന്നു വന്നപ്പോഴത്തേക്ക് ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തേക്കണം. കാരണം അയാൾ മുക്കാലും കടന്നു നിൽക്കുക റോഡേല്. നമ്മൾ സ്ലോ ചെയ്ത് കൊടുത്തേക്കണം. ഇനിയും മാഡം നോക്ക്, വേണ്ട സ്ഥലം എടുക്കും. ഇവിടുന്ന് സ്ഥലം എടുത്താൽ ഇനി നെഞ്ചു വിരിച്ച് നിന്നോണം. ഇനി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത് എന്ത് വന്നാലും. കാരണം നമ്മൾ ഓൾറെഡി ആ സ്ഥലം എടുത്തു വെച്ച്. എതിരെ വരുന്നവനും പുറകെ വരുന്നവനും എല്ലാം കണ്ടോണ്ടിരിക്കുക വണ്ടി അത്രയും കയറി നിൽക്കുന്നത്. അവർ അഡ്ജസ്റ്റ് ആവണം. ഹോണടി. മറുവശം എന്താന്ന് എത്തി നോക്കരുത്. ഈ സൈഡ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നോണം. വേണ്ട സ്ഥലം എടുത്താൽ അവിടെ സ്ലോ ചെയ്ത് നിൽക്കുക, അല്ലാതെ ഒഴിഞ്ഞു മാറാൻ നോക്കരുത്. മാഡം ഇപ്പോഴും പ്രതീക്ഷിക്കുക ജംഗ്ഷനിൽ നിന്ന് ആരെങ്കിലും. നമ്മുടെ ശ്രദ്ധ മുഴുവൻ അപ്പൊ അവിടെ ആയിപ്പോ. ഇത് ഓടിക്കൊണ്ടിരിക്കുക. അതെ, വേണം മനസാക്ഷിയാത്. സ്ലോ ചെയ്ത് കൊടുത്ത് അവൻ തിരിഞ്ഞു പോയിക്കോളും. പോട്ടെ, അയാളെ പ്രതീക്ഷിച്ചിരിക്കരുത്. മാം മാമിന്റെ കാര്യം നോക്കി പോയിക്കൊണ്ടേ ഇരുന്നോണം. ഫോൺ അടിച്ചു, കയറി ചെന്നോണ്ടിരുന്നു. ജംഗ്ഷൻ ഇത്ര തിരക്കുണ്ട്, ആളുകൾ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ കാൽനട യാത്രക്കാരനെ കണ്ടില്ലായിരുന്നേ മേഡം? അയാൾക്ക് വേണ്ടി ഫോൺ അടിച്ചു. നമുക്ക് പോകേണ്ടത് വേണ്ട സ്ഥലം എടുക്കും, വേണ്ട സ്ഥലം എടുക്കും, തിരിഞ്ഞെടുക്കും, ധൈര്യമായിട്ട് തിരിഞ്ഞെടുക്കും. നമ്മൾ പതിയെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ട. അങ്ങനെ അനങ്ങി പോയാൽ മതി. ചുറ്റുപാടിന് സ്കാൻ ചെയ്യരുത്. നോക്ക്, നമ്മുടെ സ്ഥലം ഓപ്പൺ ആയത് കണ്ട. എന്തിന് അയാളെ വരെ നോക്കാൻ പോയില്ലേ? ആ സ്ഥലം കിടന്നിട്ട് മാം നീങ്ങാഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞു നോക്കിയത്. അത്രയും സ്ഥലം അവിടെ വന്നിട്ട് മാം നീങ്ങുന്നില്ല. വേണം അവിടെ ചുറ്റുപാട് സ്കാൻ ചെയ്തോണ്ടിരിക്കുക. അയാൾ തിരിഞ്ഞു നോക്കില്ലേ? നമുക്ക് റോഡിൽ ആരെയും മര്യാദ ഒന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല മേഡം. പല ടൈപ്പ് ആളുകളുണ്ട്. വേണം നടന്നു പോകുമ്പോ പല രീതിയിൽ നോക്കുന്നവരുണ്ട്. അവരെയൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ലോറി വന്നപ്പോ ഒരടി ഒന്ന് മാറിക്കൊടുത്തേച്ചു. ടീച്ചർ ഇത്രയും പാവമായി പോയത്. ടീച്ചറെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് വെറുതെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തിക്കുക. വണ്ടി സൈഡ് ഒതുക്കി നേരെയാക്കി നിർത്തണേ. അതേ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിനനുസരിച്ച് ലെവലാക്കി നിർത്തി കൊടുക്കും. ലെവലായ ഉറപ്പാണോ? ഉറപ്പ്.
ഇത്രേ ഉള്ളു കാര്യം. എന്തിനാ അത്ര ഇനിയും ഭാരം എടുക്കുന്നുണ്ട്? ആ മുഖത്തെ എക്സ്പ്രഷൻ തന്നെ ടീച്ചർ ഇപ്പോഴും നോർമലായിട്ടില്ല. ഈ ചിരി നോർമലാ, പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന മസിൽ പിടിച്ച് അങ്ങനെ വരരുത്. അങ്ങനെ വന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതായി പോകാം. മറ്റുള്ളവർ നമ്മളെ ആർക്കും സമയമില്ല, ആരും നമുക്ക് വേണ്ടി വഴി ഒരുക്കി തരാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നിൽക്കൂല ഇന്നത്തെ കാലത്ത്. നമ്മൾ തന്നെ കുറച്ച് ധൈര്യം എടുക്കണം. ചില കാര്യങ്ങളിൽ ധൈര്യം വേണം. ചില നമ്മുടെ കണക്കൂട്ടിൽ തെറ്റിപ്പോകും, തട്ടും മുട്ടും കിട്ടിയെന്നും ഇരിക്കും. അപ്പോഴും മേഡം ചിന്തിച്ചാൽ മതി, മേഡം സ്പീഡിൽ പോകുന്ന ഒരാളല്ല. ഒന്ന് തട്ടിയാലും ഒന്ന് പെയിന്റ് ഒരയുന്നല്ലാതെ കൂടുതൽ പരിക്കൊന്നും ആർക്കും പറ്റാൻ പോകുന്നില്ല. പറ്റുന്നുണ്ടോ? കാരണം അത്ര പതുക്കെയാണ് നമ്മൾ ഓടിച്ചു പോകുന്നത്. മേഡം ഒരു സ്ഥലത്തുനിന്ന് മാറി കയറുന്നതും അത്രയും സ്ലോയിലാണ് കയറുന്നത്. മറ്റുള്ളവർക്ക് കാണാനുള്ള സമയമുണ്ട് നമ്മൾ കയറി ചെല്ലുന്നത്. ഓടി വന്ന് അതിനകത്തോട്ട് കയറുമല്ല നമ്മള്. അങ്ങനെ ഒരു ധൈര്യം എടുക്കും. ഞാൻ പതുക്കെ ഇതെല്ലാം ചെയ്യുന്നത്. എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ട്. മേഡം കാണുന്ന പോലെ തന്നെ നാട്ടുകാർ കാണുന്നുണ്ട് ഈ വണ്ടി നീങ്ങുന്നതും അനങ്ങുന്നതും എല്ലാം. ശരിയാണ്. അത്രയും ധൈര്യം എടുക്കൂലേ? ഇനി പോവാമോ? എന്നാ പോട്ടെ. എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കുക. റൈറ്റ് ബാക്ക് നോക്ക്. ആ മിററിൽ കൂടെ അങ്ങോട്ടാ വണ്ടി പോകാൻ പോകുന്നത്. ഈ മിറർ അതിനുള്ള നേരെ ബാക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ മിറർ. ഇതിപ്പോ റൈറ്റ് സൈഡിൽ കൂടെ വരുന്ന വണ്ടിയാ കാണേണ്ടത്. അപ്പൊ പതി ഇറങ്ങിക്കോ, ഫ്രണ്ട് നോക്കി ഇറങ്ങിക്കോ. ആ അങ്ങനെ ഇറങ്ങി. ഈ സൈഡ് കിട്ടിയെന്ന് തോന്നിയാ ലെവലാക്കി വാ. അത്രേ ഉള്ളൂ. പോട്ടെ. ഇപ്പോഴാണ് ഒരു ഊർജം വന്നത്. ഇനിയും അപ്പുറം കാണാൻ പോകരുത്. ഈ സ്ഥലം കണ്ടല്ലോ, ഇവിടെ സ്ഥലം ഉണ്ടല്ലോ, ഫ്രീ ആയിട്ട് ഓടിപ്പോട്ടെ. അയാള് വെറുതെ റോഡും കഴിഞ്ഞ് നിൽക്കുന്ന ആളാ അയാള്. പോട്ടെ. ആ ചേട്ടൻ ചിലപ്പോ വട്ടം ചാടാം. ഞാൻ പറഞ്ഞതാ, ഒരു പ്രതീക്ഷ ഉണ്ടായാൽ മതി. അപ്പം നമ്മൾ റിയാക്ട് ചെയ്തോളും തന്നെ.